എല്ലാവർക്കും സുഖമല്ലേ? റാഫ് ഡെയറീസിൻ്റെ മറ്റൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഞങ്ങളിപ്പോൾ ലോകത്തിലെ ആദ്യത്തെ മനുഷ്യനിർമ്മിത ഫോറസ്റ്റിലാണുള്ളത്. കനോലി പ്ലോട്ട്. ഇത് മൊത്തം തേക്കിൻ തോട്ടമാണ്, തേക്കിൻ ഫോറസ്റ്റാണ്. അപ്പോൾ വീഡിയോ കണ്ടാലോ. കനോലി പ്ലോട്ട് എത്താനായി ജസ്റ്റ് ഒരു 900 മീറ്റർ അത്രയേ ഉള്ളൂ. ഈ ശീതളച്ചായ കണ്ടാൽ അറിയാലോ, നിലമ്പൂരിൻ്റെ ഐക്കണാണ് ഈ ശീതളച്ചായ. കനോലി പ്ലോട്ടിലേക്ക് ഒരു വലിയ തൂക്കുപാലമുണ്ട്. കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ തൂക്കുപാലമാണ്. പക്ഷേ ഈ കഴിഞ്ഞ പ്രളയത്തിൽ അത് പൊട്ടിപ്പോയി. അതുകൊണ്ടിപ്പോൾ നമ്മളെ അതേ വഴി എൻട്രി ഇല്ല. ജീപ്പ് സഫാരി ആണുള്ളത്. അപ്പോൾ 16 കിലോമീറ്റർ കുറച്ച് റോട്ടിൽ പോയിട്ട് പിന്നെ ഫോറസ്റ്റ് കൂടെയാണ് ജീപ്പ് സഫാരി. അപ്പോൾ ഒരു ജീപ്പിൽ 5 പേര് അനുവദിക്കുള്ളൂ. പിന്നെ നമ്മൾ ആൾ കുറവാണെങ്കിൽ 5 പേര് ചാർജ് കൊടുക്കണം, നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ടെങ്കിൽ. അപ്പോൾ ഞങ്ങൾ 5 പേർക്ക് ചാർജ് കൊടുത്ത് ഞങ്ങൾ 3 പേരും മോളും കൂടി പോവാണ്. 1100 രൂപയായി. അപ്പോൾ ജീപ്പിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. വീട് കഴിഞ്ഞു. ഓക്കെ, കുറച്ച് പ്രൈവറ്റ് സ്ഥലമുണ്ട്. പിന്നെയുള്ളതൊക്കെ ഫോറസ്റ്റ് 2.5 കിലോമീറ്റർ ഫോറസ്റ്റാണ്. ഇന്നിവിടെ ആന ഉണ്ടായിരുന്നു. ആന ഫോറസ്റ്റ് ഈ സൈഡിൽ കൂടെ വന്നിട്ട് ഫോറസ്റ്റുകാർ അവരെ പിന്നെ എലിഫൻറ്റ് സ്ക്വാഡ് വന്നിട്ട് ഉള്ളോട്ട് ഓടിച്ചു വിട്ടു. ഇന്ന് രാവിലെ ഉണ്ടായിരുന്നു. ശരി, ഇവിടെ ഇതിൻ്റെ ബാക്ക് സൈഡിൽ പ്രൈവറ്റ് സ്ഥലമാണ്. കഴുങ്ങും തെങ്ങൊക്കെ നശിപ്പിച്ചിട്ട് വണ്ടി പോകാണ്ടായി. ഭയങ്കര മാറ്റി. അവസാനം നമ്മുടെ കനോലി പ്ലോട്ട് ഏകദേശം എത്തി. ഞങ്ങളിപ്പോൾ ലോകത്തിലെ ആദ്യത്തെ മനുഷ്യനിർമ്മിത ഫോറസ്റ്റിലാണുള്ളത്. കനോലി പ്ലോട്ട്. ഇത് മൊത്തം തേക്കിൻ തോട്ടമാണ്, തേക്കിൻ ഫോറസ്റ്റാണ്. ഇവിടേക്ക് വരാൻ ചെറിയ ജീപ്പ് സഫാരി ത്രൂ ആണ് വരുന്നത്. ഇപ്പോൾ നേരത്തെ പറഞ്ഞില്ലേ, കനോലി പ്ലോട്ടേക്കുള്ള പാലം പൊട്ടിപ്പോയി. അപ്പോൾ 16 കിലോമീറ്റർ ബൈ റോഡ് വന്നിട്ട് 2.5 കിലോമീറ്റർ ഓഫ് റോഡ്, അതായത് ഫോറസ്റ്റ് കൂടെയുള്ള ജീപ്പ് സഫാരിയാണുള്ളത്. വലിയ വലിയ തേക്ക് മരങ്ങളാണ്. ഫുള്ള് തേക്ക്. അവിടെ ഫുള്ള് കിളികളുടെ ശബ്ദം മാത്രമേ ഉള്ളൂ. വേറെ ആരുമില്ല.
ഞങ്ങൾ സ്വന്തമായിട്ട് ഇതും വാങ്ങി. ഇത് ആക്ച്വലി നമ്മൾ ആദ്യംപാറ വരുന്ന വഴിക്കാണ് കേട്ടോ. ഇത് അറിഞ്ഞിരുന്നെങ്കിൽ ശരിക്കും ഞങ്ങൾ ഇവിടെ വന്നാൽ മതിയായിരുന്നു. ഇവിടെ വരികയാണെങ്കിൽ 120 റുപ്യയുള്ളൂ. ഈ എൻട്രിയിൽ വരികയാണെങ്കിൽ 120 റുപ്യയുള്ളൂ ചാർജ്. നമ്മൾ കനോലി പ്ലോട്ടിൻ്റെ ശരിക്കുള്ള സ്ഥലത്ത് പോവുകയാണെങ്കിൽ അവിടെ നിന്ന് 220 റുപ്യ ഒരാൾക്ക്. എത്ര ആണെങ്കിലും അതായത് ഫുൾ 5 പേർക്കുള്ള ചാർജ്, അല്ലെങ്കിൽ 5 തൊട്ട് 7 പേരൊക്കെ പോകും. ആൾ കുറവാണെങ്കിലും 5 പേർക്കുള്ള ചാർജ് നമ്മൾ കൊടുക്കണം. ഈ കനോലിപ്പട്ടിന് 2 സൈഡും പുഴയാണ്. ഇവിടെ കുറുവൻ പുഴയാണിത്. ഈ കാണുന്ന കുറുവൻ പുഴയാണിത്. എന്താ വലിയ വലിയ തേക്ക് മരങ്ങൾ, എന്നാ വലിപ്പം. ഇതൊക്കെ നട്ടുപിടിപ്പിച്ചോട്ടോ. കനോലി പറഞ്ഞ നമ്മളെ മലബാർ ഡിസ്ട്രിക്റ്റിൻ്റെ കളക്ടറായിരുന്ന കനോലിയും അതേപോലെ ചന്തുമേനോൻ പറഞ്ഞ ഒരു സബ് കളക്ടറും കൂടിയാണ് ഇതിൻ്റെ ഐഡിയ, അതായത് ഇത് ഈ കനോലി പ്ലോട്ട് വെച്ച് പിടിപ്പിച്ചത്. ആ സമയത്ത് കുറേ തേക്കിൻ്റെ ആവശ്യമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവർ തേക്ക് വെച്ച് പിടിപ്പിച്ചതെന്നാണ് നമ്മൾ വായിച്ചറിഞ്ഞത്. സംഭവം എന്തായാലും അടിപൊളിയാണ്. അന്ന് അവർക്ക് തോന്നിയുകൊണ്ട് ഇത്രയും നല്ലൊരു ഇത് കണ്ടോ, ഈ തേക്കിൻ്റെ വലിപ്പം കണ്ടോ. ഫോട്ടോ സെഷനിലേക്ക് പോവാണ്. ഇതാണ് നമ്മുടെ കനോലി പ്ലോട്ടിലേക്കുള്ള പാലം, തൂക്കുപാലം. കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ തൂക്കുപാലമായിരുന്നു. കഴിഞ്ഞ പ്രളയത്തിൽ പൊളിഞ്ഞു എന്നാണ് പറഞ്ഞത്. കണ്ടല്ലേ, ഇത് കാരണം കൊണ്ടാണ് നമ്മൾ അത്രയും ദൂരെ വളഞ്ഞ് ചുറ്റി ഇവിടെ എത്തിയത്. ചാലിയാറിന് കൊഴുകയാണ് ഈ കനോലി പ്ലോട്ടിലേക്കുള്ള പാലം ഉണ്ടായിരുന്നത്. ചാലിയാർ അതാ വിശാലമായി കിടക്കുന്നു. ഇതായിരുന്നു ശരിക്കും ട്രഡീഷണൽ പാത്ത്. ഞാൻ ഈ പാലം കയറി വന്നിട്ട്, പക്ഷെ ഇപ്പോൾ അത് പാലം പൊളിഞ്ഞുകൊണ്ട് ഈ വഴിയല്ല. ഈ കനോലി പ്ലോട്ട് 1846 നേരത്തെ പറഞ്ഞല്ലേ, കനോലി പറഞ്ഞിട്ട് കളക്ടറാണ് ഉണ്ടാക്കിയത്. ചാത്തുമേന എന്ന് പറഞ്ഞ അസിസ്റ്റൻറ്റ് കളക്ടറും ചേർന്നിട്ടാണ് 1500 ഏക്കർ തോട്ടം ഉണ്ടാക്കിയത്. അതിൻ്റെ ഫുൾ ഹിസ്റ്ററി ഇവിടെ എഴുതിയിട്ടുണ്ട്. 1943 ഇത് റിസർവ് ഫോറസ്റ്റായി പ്രഖ്യാപിച്ച്. ഇവിടെയുള്ള മരങ്ങളുടെ ഡീറ്റെയിൽസൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. കനോലി പ്ലോട്ടിൽ 115 തേക്ക് മരങ്ങളുണ്ട്. അതേപോലെ ഒരു മരത്തിന് ശരാശരി 8.9 ക്യൂബിക് മീറ്റർ വ്യാപ്തമുണ്ട്. ഇത് ഇനിയും തലമുറകൾ സംരക്ഷിച്ച് പോട്ടെ. ഗവൺമെൻറ് കയ്യിലായി നന്നായി. ഞങ്ങൾക്ക് എപ്പോഴും ഇവർക്ക് ഇവിടെ തേക്കിൻ്റെ പേരിൻ്റെ ശാസ്ത്രീയ നാമത്തിൻ്റെ ഒരു ഹിസ്റ്ററി എഴുതിയിട്ടുണ്ട്. തേക്കിൻ്റെ ശരിക്കുള്ള പേര് ടെക്ടോണ ഗ്രാൻഡീവ്സ് എന്നാണ്. അതായത് കാർപ്പൻറ്റേഴ്സ് ജോയ്, അതായത് ആശാരിമാരുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട മരം ആണല്ലോ തേക്ക്. മരങ്ങളിലെ രാജാവല്ലേ നമ്മളെ തേക്ക്. ഈ കാണുന്ന തേക്ക് മരമാണ് ഏറ്റവും ബിഗ്ഗസ്റ്റ് തേക്ക് മരം, നമ്പർ 23 കനോലി പ്ലോട്ട്. 1846 ഉണ്ടാക്കിയതാണ്. കനോലി പ്ലോട്ട് കാഴ്ചകൾ അവസാനിക്കുന്നില്ല, പക്ഷെ പോയല്ലേ പറ്റുള്ളൂ. അതുകൊണ്ട് നമ്മൾ കനോലി പ്ലോട്ടിന് പോവുകയാണ്. താങ്ക്സ് ടു കനോലി ഫോർ. പുള്ളിണ്ടായിരുന്നില്ലെങ്കിൽ ഇങ്ങനെ സംഭവം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിലമ്പൂരിലെ കാഴ്ചകൾ തൽക്കാലം നിർത്തുകയാണ്. ഞങ്ങൾ നാട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇനി നമ്മൾ നിലമ്പൂർ വരുന്നതാണ്. ചില കുറച്ച് സ്ഥലങ്ങൾ മിസ്സായിട്ടുണ്ട്, അവിടെയും കൂടി എക്സ്പ്ലോർ ചെയ്യണം. അപ്പോൾ ഇനിയും നമ്മൾ ഒരിക്കൽ വരുന്നതാണ്. അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണുന്നവരേക്കും ഗുഡ് ബൈ. നമ്മളെ ജീപ്പ് അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ വന്ന വണ്ടി
വണ്ടിയാണിത്. ഈ വണ്ടിയിൽ നമ്മൾ വന്നത്